إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد സമാദരണീയരായ അഭിമന്യ സൂര്യവര്യനും പണ്ഡിതനുമായ ഷെയ്ഖുന ചെമ്പുലങ്ങാട് ഉസ്താദ് അവറുകളെ, ആദരണീയരായ മഹൽ വ്യക്തിത്വങ്ങളെ, അടുത്തു നിന്ന് മകരനെന്നൊക്കെ ഈ മഹത്തായ മജ്ലിസിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹ്ന ഫളൽ കൊണ്ട് നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ, പോരായ്മകൾ, ന്യൂനതകൾ, പിഴവുകൾ, കുറ്റങ്ങളൊക്കെ അല്ലാഹു പരിഹരിച്ച് അവന്റെ മുഖറബീങ്ങളായ അടിമകളിൽ നമ്മയും ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, തികച്ചും ഒരു ആത്മീയമായ കൂട്ടായ്മ, മറ്റ് യാതൊരു ഉദ്ദേശങ്ങളുമില്ലാതെ പരിശുദ്ധ റമളാന്റെ അവസാന 10 ലൈലത്തുൽ ഖദറിന്റെ പുണ്യം വിളയുന്ന ഈ പരിശുദ്ധമായ സമയത്തുള്ള ഈ കൂട്ടായ്മ ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിലുള്ള കൂട്ടായ്മ, ഭൗതികമായ വേറെ യാതൊരു ചിന്തയുമില്ലാതെ നാഥനായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പൊരുത്തവും തൃപ്തിയും കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തിലൂടെ അള്ളാഹുവിനോട് അകമഴിഞ്ഞ് ദുആയിലിരുന്ന് ദുനിയാവിന്റെയും പരലോകത്തിന്റെയും പോരായ്മകൾ പരിഹരിക്കണം എന്ന നല്ല ഉദ്ദേശത്തോടെ ഒരുമിച്ച് കൂടിയ ഒരു കൂട്ടായ്മയാണ്. ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ വലിയൊരു പ്രത്യേകത, മിനിറ്റുകൾ കഴിയുമ്പോൾ ലോകൈക ഗുരുവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയങ്കരനായ പേരക്കുട്ടി ഇവിടെ എത്തുന്നു എന്നതാണ്. അതൊരു വലിയ പ്രത്യേകതയാണ്, വലിയ പ്രത്യേകതയാണ്. ഈ റമളാനിൽ നമ്മൾ ആ മഹാനവറുകളുടെ മജ്ലിസിൽ പങ്കെടുക്കാനും അവിടുത്തെ ദുആയിൽ ആമീൻ പറയാനും അവരുടെ കൈ പിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്യാനും അവസരം കിട്ടുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ലല്ലോ, ചെറിയ കാര്യമല്ല. പരലോകത്തെ രക്ഷപ്പെടാൻ ഉതകുന്ന വലിയൊരു കാര്യമാണ്. അതാണ് ഷെയ്ഖുന ഇവിടെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചത് തന്നെ എന്ന് ഞാൻ ഊഹിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അവരൊക്കെ നമ്മുടെ ഇടയിലുള്ളത് കൊണ്ടൊരു പക്ഷേ നമുക്ക് വേണ്ട തരത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. മഹാനായ ഷംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജിൽ പ്രധാന ഉസ്താദായി സേവനം ചെയ്യുന്ന കാലഘട്ടം, അന്ന് ഈ ഹൈദരലി തങ്ങളും ഉമർലി തങ്ങളൊക്കെ അവിടുത്തെ വിദ്യാർത്ഥികളാണ്, ഷംസുൽ ഉലമയുടെ വിദ്യാർത്ഥികളാണ്. ആ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഉമർലി തങ്ങൾ, അവിടുത്തെ മുത്തഅല്ലിമായ ഉമർലി തങ്ങൾ കുളിച്ചിട്ട് കുളിമുറിയിൽ നിന്ന് നേരെ കോളേജിൽ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. ചെറുപ്പക്കാരനാണ്, മുത്തഅല്ലിമാണ്, ഷംസുൽ ഉലമ വലിയ ഉസ്താദാണ്. ഉമർലി തങ്ങൾ ഇങ്ങനെ കുളിച്ചിട്ട് റൂമിലേക്ക് നടന്നു വരുമ്പോൾ ഷംസുൽ ഉലമ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ അങ്ങോട്ട് ചെന്നു. മുത്തഅല്ലിമീങ്ങൾക്ക് അത്ഭുതപ്പെടുന്നു. സാധാരണ മൂപ്പർ അങ്ങോട്ട് ചെല്ലാറില്ല, ആരും മൂപ്പറടുത്തേക്കാണ് പോവുക. ആ സാഹചര്യത്തിൽ ഉമർലി തങ്ങൾ കുളിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ നേരെ അങ്ങോട്ട് ചെന്നു, തങ്ങളെ നിങ്ങൾ ആ സോപ്പ് എനിക്കൊന്ന് തരുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ ആ സോപ്പ് എനിക്കൊന്ന് തരുമോ? നിങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിലൊക്കെ തേച്ച് കുളിച്ച ആ സോപ്പ് അതൊന്ന് തരുമോ? എനിക്ക് ആ ബറക്കത്തിന് വേണ്ടി എന്റെ ശരീരത്തിലൊന്ന് തേച്ച് കുളിക്കാനാ.